സുഹൃത്തെ, ഇത് നിങ്ങളുടെ വചന ചങ്ങാതി. ഇന്ന് മാർച്ച് 9 തിങ്കൾ. നമ്മൾ ധ്യാനിക്കുന്ന വചനഭാഗം വിശുദ്ധ മർക്കോസ് അറിയിച്ച സുവിശേഷം 7-ാം അധ്യായം 14 മുതൽ 23 വരെയുള്ള തിരുവചനങ്ങൾ. ഈശോ പറയുന്നത് ആന്തരികവും ബാഹ്യവുമായ ശുദ്ധിയെക്കുറിച്ചാണ്. ബാഹ്യ ശുദ്ധി നമുക്കറിയാം. നമ്മളെല്ലാം ഏറെ ശ്രദ്ധിക്കുന്നതാണ് നമ്മുടെ മുഖഭാവങ്ങള്, നമ്മുടെ ഡ്രസ്സ്, മറ്റുള്ളവരുടെ മുമ്പിൽ നമ്മൾ അപ്പിയർ ചെയ്യുന്ന രീതികൾ. ഈശോ പറയുക, നിങ്ങൾ ഏതൊക്കെ രീതിയിൽ മറ്റുള്ളവരുടെ മുമ്പിൽ ഏറ്റവും ഉത്തമനായിട്ട് അല്ലെങ്കിൽ ഉത്തമയായിട്ട് നടന്നാലും നിങ്ങളുടെ ഉള്ളു ശുദ്ധമല്ലെങ്കിൽ അതുകൊണ്ട് യാതൊരുവിധ കാര്യവുമില്ല എന്നാണ്. ഉള്ളിൽ നിന്നാണ് തിന്മ പുറപ്പെടുക. സുഹൃത്തെ, നോമ്പുകാലമാണ്, തിരിഞ്ഞു നോട്ടത്തിന്റെ കാലമാണ്. എത്രമാത്രം തിരിഞ്ഞു നോക്കണമെന്ന് പറഞ്ഞാല് നിന്റെ ജീവിതത്തിലേക്ക് നീ നോക്കിയിട്ട് എവിടെയാണോ നിന്റെ ക്രിസ്തുവിനെ കണ്ടെത്തുക അവിടം വരെ നീ തിരിഞ്ഞു നോക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ ഈ ആഴമേറിയ തിരിഞ്ഞു നോട്ടത്തില് വശങ്ങളിൽ കാണുന്ന എല്ലാത്തിനെയും നീ നീക്കിക്കളയേണ്ടതായിട്ടുണ്ട്. അതാണ് നിന്റെ ഉള്ള് നിറഞ്ഞിരിക്കുക. ഈ ഉള്ള് ക്ലീൻ ആക്കിയാൽ മാത്രമേ ഈ ക്രിസ്തുവിനെ കണ്ടെത്തുവാനായിട്ടും ആ ക്രിസ്തുവിൽ നിറയാനായിട്ടും നിനക്ക് സാധിക്കുക. ആ നിറവാണ് പുറത്തോട്ട് വരിക. ഉള്ളിൽ നിന്നാണ് അധരം സംസാരിക്കുക. ഉള്ളിലോട്ട് ആഴത്തിൽ ഒന്ന് നോക്കുക. എല്ലാം ക്ലീനാക്കി മുന്നോട്ട് പോകുമ്പോഴും ഉള്ളിന്റെ ഉള്ളില് ചില വിങ്ങലുകൾ അവശേഷിക്കാം. ചില സങ്കടങ്ങളും അങ്ങനെയാ. പുറമെ ചിരിച്ചു കാണിക്കാൻ എല്ലാവർക്കും അറിയാം, പക്ഷെ സങ്കടങ്ങൾ കിടക്കുന്ന ഉള്ളിലാ. പാവാവസ്ഥകളും അതുപോലെ തന്നെയാ. ഹൃദയത്തിനാണ് പ്രാധാന്യം. ഈശോ പറഞ്ഞിട്ടില്ലേ, നിന്റെ നിക്ഷേപം എവിടെയോ അവിടെയാണ് നിന്റെ ഹൃദയവും. സുഹൃത്തെ, ക്രിസ്തു നിന്റെ ഉള്ളിലുണ്ട്. നീ ദൈവത്തിന്റെ ആലയമാ. ഉള്ളിലുള്ള ക്രിസ്തുവിനെ വികസിപ്പിക്കുവാനായിട്ട്, ക്രിസ്തുവിനെ കൊണ്ട് നിറയുവാനായിട്ട്, മറ്റൊരു ക്രിസ്തുവായിട്ട് രൂപാന്തരപ്പെടുവാനായിട്ട് നിനക്ക് സാധിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. എന്റെ സ്വർഗീയ ചങ്ങാതി, എന്നെ കേൾക്കുന്ന ഈ ചങ്ങാതിയെ സമർപ്പിക്കുകയാണ്. നിന്നെ കൊണ്ട് നിറയുവാനായിട്ട്, ഉള്ളു ക്ലീനാക്കി നിന്റെ നന്മകളെ പ്രസരിപ്പിക്കുവാനായിട്ട് എന്റെ ചങ്ങാതിയെ സഹായിക്കണമേ. ആമേൻ.